നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ എങ്ങനെ ഇടപെടാനാകുമെന്ന് താൻ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേസിൽ ഇഡി അസാധാരണ നടപടികൾ എടുക്കുമ്പോഴാണ് ഈ വിഷയം മോദിയും ഉയർത്തുന്നത്. ഇതോടെ കരുവന്നൂർ കേസിൽ കൂടുതൽ അറസ്റ്റ് അടക്കം ഉണ്ടാകുമെന്ന അഭ്യൂഹവും ചർച്ചകളിലെത്തുകയാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട് ഇഡി പിടിച്ചെടുത്ത 90 കോടി രൂപയുടെ സമ്പാദ്യം നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള നീക്കം നടത്താൻ ഇഡിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സിബിഐയും ഇഡിയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ല. അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കേണ്ടതുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. ആദ്യമായാണ് ഒരു മലയാള ചാനലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമുഖം നൽകുന്നത്. ഇതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യാനാണ് ശ്രമം. തൃശൂരിലെ ജയത്തിന് കരുവന്നൂർ അനിവാര്യമെന്ന് മോദിക്ക് അറിയാം. അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതിനൊപ്പം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. രാഹുൽ തരംഗം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്. കരുവന്നൂറും സഹകരണ കൊള്ളയും ഉയർത്തി സിപിഎമ്മിനെ തളർത്തുന്ന മോദി രാഹുലിനെ വിമർശിച്ച് കോൺഗ്രസ് വോട്ടുകളിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. മറ്റൊരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഏപ്രിൽ 26-ന് ശേഷം വരും. കോൺഗ്രസിന് നേരത്തെ തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കലാണ് ബിജെപിയുടെ ലക്ഷ്യം. തൃശൂരിലെ ജയമാണ് പ്രധാനം. ഇതിനൊപ്പം തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് എന്നിവിടങ്ങളിലും ബിജെപി പ്രതീക്ഷയിലാണ്. ഇതിനിടെയാണ് ഇപ്പോൾ അഭിമുഖം നൽകിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപ് ഇനിയും മോദി കേരളത്തിലേക്ക് എത്തുമെന്നും പ്രചാരണം ശക്തമാവുകയാണ്.